إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولو يؤاخذ الله الناس بظلمهم ما ترك عليها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്കിന്ന് പെരുന്നാൾ നമസ്കാരവും അതുപോലെ ജുമുഅയിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പ് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് അതിൻ്റെ ലക്ഷ്യമായി അല്ലാഹു തആല പറഞ്ഞത്. നിങ്ങൾ മുത്തഖീങ്ങളായി തീരാൻ വേണ്ടി. യഥാർത്ഥത്തിൽ നമ്മൾ മുത്തഖീങ്ങളായി തീർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് മുൻഗണന കൊടുക്കുന്ന രൂപത്തിലുള്ള ഔന്നിത്യത്തിലേക്ക്, നിലവാരത്തിലേക്ക് നമ്മുടെ മനസ്സ് ഉയർന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉയരാൻ വേണ്ടിയിട്ടാണ് നോമ്പ് എന്ന കർമ്മം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ആ ഒരു അവസ്ഥ നിലനിർത്തുമാറാകട്ടെ. അങ്ങനെ നിലനിർത്തണമെങ്കിൽ നമ്മുടെ മാനസിക നിലവാരം, നമ്മുടെ മനസ്സ് ശുദ്ധമാകണം എന്നതാണ്.
നമ്മുടെ മനസ്സ് ശാന്തമാകണം, സമാധാനമുള്ളതാകണം, നല്ലതാകണം. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. അത് കേടുവന്നാൽ ശരീരം മുഴുവനായി കേടുവന്നു, നേരെയായാൽ ശരീരം മുഴുവനായി നേരെയായി. അതുകൊണ്ട് തന്നെ അത് നല്ല രൂപത്തിൽ നിലനിർത്തുക, മനസ്സ് നല്ല രൂപത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഒരാൾ ചെയ്യേണ്ട കാര്യം. അവൻ്റെ തഖ്വ നിലനിർത്താനുള്ള കാര്യം. എങ്ങനെയാണ് ഒരാളുടെ മനസ്സ് നല്ല രൂപത്തിൽ നിലനിർത്താൻ സാധിക്കുക? സമാധാനമുള്ള മനസ്സ് നിലനിർത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ആ മാർഗങ്ങളിലൂടെയാണ് ഇനിയുള്ള 11 മാസം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സ് നന്നാക്കാനുള്ള ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ നന്നാക്കിയ മനസ്സ് നിലനിർത്താനുള്ള ഒന്നാമത്തെ കാര്യം ദിക്റുല്ലാഹ് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും, സ്വഹാബത്തെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉന്നതമായ പ്രവർത്തനത്തെക്കുറിച്ച്, ഏറ്റവും നന്മയുള്ള പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? വഅർഫഇഹാ ഫീ ദറജാതികും, നിങ്ങളുടെ ദറജ, നിങ്ങളുടെ പദവി ഉയർത്തപ്പെടുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ച്. വഅസ്കാഹാ ഇൻദ മലീകികും, നിങ്ങളുടെ മലീക്കായ, നിങ്ങളുടെ രാജാതിരാജനായ അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വിശുദ്ധമായ പ്രവർത്തനത്തെ സംബന്ധിച്ച്. വഖൈറുൽ ലകും മിൻ ഇൻഫാഖിൽ ദഹബി വൽ വരഖ്, നിങ്ങൾ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ഉത്തമമായ പ്രവർത്തനം. വഖൈറുൽ ലകും മൻ തൽഖൗ അദുവകും വതദ്രിബു അനാഖഹും വയദ്രിബു അനാഖകും, നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ കണ്ടുമുട്ടുകയും അവരുടെ പിരടികൾക്ക് നിങ്ങൾ വെട്ടുകയും അവർ തിരിച്ചു വെട്ടുകയും ചെയ്യുന്ന ജിഹാദിനേക്കാൾ, ധർമ്മസമരത്തേക്കാൾ ഉത്തമമായ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അവരുടെ മറുപടി വലായ റസൂലല്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുക. എന്താണ് അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്? ഇതിനേക്കാളൊക്കെ ഖൈർ എന്ന് പറഞ്ഞത് അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റുണ്ടായാൽ മാത്രമാണ് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനുള്ള പ്രചോദനം മനസ്സ് കൊടുക്കുകയുള്ളൂ. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയുണ്ടായാൽ മാത്രമാണ് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സ്വർണം വെള്ളിയും സമ്പത്തുമെല്ലാം ദാനം ചെയ്യാനുള്ള പ്രചോദനം അവൻ്റെ മനസ്സവന് നൽകുകയുള്ളൂ. ഇങ്ങനെ ഓരോ കർമ്മങ്ങളും ചെയ്യാൻ ദിക്ർ, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ അനിവാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകണം അത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരാൾ അല്ലാഹുവിനെ സ്മരിക്കുന്നു, മറ്റൊരാൾ അല്ലാഹുവിനെ സ്മരിക്കുന്നില്ല. അവരുടെ രണ്ടുപേരുടെയും ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ അവസ്ഥ, അല്ലാഹുവിനെ സ്മരിക്കുന്ന ആളുടെ മനസ്സ് ജീവിക്കുന്ന മനസ്സാണ്. അല്ലാഹുവിൻ്റെ സ്മരണയില്ലാത്ത ആളുടെ മനസ്സ് മരണപ്പെട്ട മനസ്സാണ്. ദിക്റുണ്ടെങ്കിൽ അത് അതിന് ജീവനുണ്ട് എന്നർത്ഥം. ദിക്റില്ലേ, ജീവല്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, നിന്റെ നാവ് സദാസമയം അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിനാൽ പച്ചപിടിച്ചിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എത്രയോ ദിക്ർ നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതവിടെ ഡാറ്റയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അത് നാവിലേക്ക് വരണം. അങ്ങനെ നമ്മുടെ മനസ്സെന്ത് ചെയ്യണം? സമാധാനം കൊള്ളണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലല്ലയോ ഹൃദയങ്ങൾ സമാധാനം കൊള്ളുന്നത്? അതാണ്.
ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന രണ്ടാമത്തെ മാർഗം തഖ്വീമുൽ ലിസാൻ, നാവിനെ നന്നാക്കുക എന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. ഒരാളുടെയും ഈമാൻ അവന്റെ മനസ്സ് ശരിയാകുന്നത് വരെ പൂർണ്ണമാവുകയില്ല. ലാ യസ്തഖീമ ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. ഒരാളുടെയും മനസ്സ് ശരിയാവുകയില്ല അവന്റെ നാവ് ശരിയാകുന്നത് വരെ. നാവ് ശരിയാണെങ്കിൽ മനസ്സ് ശരിയാകും, മനസ്സ് ശരിയാണെങ്കിൽ അവന്റെ ഈമാൻ പൂർണ്ണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് അവയവങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഉറപ്പു നൽകിയാൽ, മയ്യദ്മനു ലീ മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി, രണ്ട് അവയവങ്ങൾ, ആ രണ്ട് അവയവങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ. അല്ലാഹു അനുവദിച്ച മാർഗത്തിൽ, അല്ലാഹു അനുവദിച്ച കാര്യത്തിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കൂ എന്നാരെങ്കിലും എനിക്ക് ഉറപ്പു നൽകിയാൽ, ഒന്നവൻ്റെ നാവ്, അതേപോലെ അവൻ്റെ ഗുഹ്യാവയവം, ലൈംഗികാവയവം, ഇത് അല്ലാഹു ഹലാലാക്കിയ മാർഗത്തിൽ മാത്രമേ ഉപയോഗിക്കൂ എന്ന് ആരെങ്കിലും എനിക്ക് ഉറപ്പു നൽകിയാൽ, അദ്മൻ ലഹുൽ ജന്ന, ഞാൻ അവനിതാ സ്വർഗം ഉറപ്പു നൽകുന്നു. നാവ് അല്ലാഹു തആല ഹറാമാക്കിയ മാർഗത്തിൽ ചെലവഴിക്കുകയില്ല, ഹലാലാക്കിയ രൂപത്തിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് ആരെങ്കിലും എനിക്ക് ഉറപ്പു നൽകിയാൽ ഞാൻ അവന് സ്വർഗം ഉറപ്പു നൽകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? അത് തോന്നിയ രൂപത്തിൽ ഉപയോഗിച്ചാൽ ആ സ്വർഗം നഷ്ടപ്പെടുന്ന. റമളാനിൽ വരെ നാവ് തോന്നിയ രൂപത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ നാവ് കൊണ്ട് എന്തൊക്കെ ഫിത്നയാണ് മുസ്ലിങ്ങൾക്കിടയിൽ. അല്ലാഹു തആല പറയാണ്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം, ഐക്യമുണ്ടാക്കണം, സമാധാനത്തോടെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. അങ്ങനെ വത്തഖുല്ലാഹ്, നിങ്ങൾ ആ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലകും തുർഹമൂൻ, അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെടുന്നതാണ്, കാരുണ്യം ചെയ്യപ്പെടുന്നതാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ് എങ്ങനെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ആളുകളെ ചീത്ത പറയരുത്, പരിഹസിക്കരുത്. അസാ അയ്യകൂൻ, അല്ലാഹു തആല പറയാണ്, അസാ അയ്യകൂനു ഖൈറൻ മിൻഹും, അസാ അയ്യകൂനു ഖൈറൻ മിൻഹും. പരിഹസിക്കുന്ന ആളുകൾ, പരിഹസിക്കപ്പെടുന്ന ആളുകളേക്കാൾ ഉത്തമരായേക്കാം. വലാ നിസാഉം മിൻ നിസാഇൻ, സ്ത്രീകളുടെ കാര്യം പ്രത്യേകം അല്ലാഹു തആല എടുത്തു പറയാൻ, ഒരു കൂട്ടം സ്ത്രീകൾ മറ്റൊരു കൂട്ടം സ്ത്രീകളെ പരിഹസിക്കരുത്. കാരണം അസാ അയ്യകുന്ന ഖൈറൻ മിൻഹുൻ, പരിഹസിക്കപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പരിഹസിക്കുന്ന സ്ത്രീകളെക്കാൾ ഉത്തമരായേക്കാം. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരസ്പരം കുത്തിപ്പറയരുത്, മുനവെച്ച് പറയരുത്. അതേപോലെ വിളിപ്പേര് വെച്ച് അവരെ അപമാനിക്കരുത്. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, വിശ്വാസികളായതിനു ശേഷം വിളിപ്പേര്, മോശപ്പെട്ട പേര് വിളിക്കുന്നത് എത്ര മോശമാണ്. വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, ആ കാര്യത്തിൽ നിന്ന് ആരെങ്കിലും തൗബ ചെയ്തിട്ടില്ല എങ്കിൽ
അവർ അക്രമികളാകുന്നു. അല്ലാഹു തആല പറയും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറയാണ്, വലാ യഗ്തബ് ബഅദുകും ബഅദ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്. എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നു, തദറൂന മൽ ഗീബ, ഗീബത്ത് എന്താണെന്ന് അറിയുമോ സഹാബത്തെ? അവർ സാധാരണ പറയാറുള്ള മറുപടി അല്ലാഹു വറസൂലു അഅലം, അല്ലാഹുവിനും റസൂലിനുമാണ് ഈ വിഷയത്തിൽ ഞങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ അറിവുള്ളവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നീ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കലാണ് ഗീബത്ത്. ഉടനെ ചോദ്യം, യാ റസൂലല്ലാഹ് അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, ഞാൻ പറയുന്നത് എൻ്റെ സഹോദരൻ ഉള്ളതാണെങ്കിലോ, അവൻ ചെയ്തതാണെങ്കിലോ, അവൻ്റെ ജീവിതത്തിൽ ഉള്ളതാണെങ്കിലോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇഖ്തബ്ത, നീ പറയുന്നത് അവനിൽ ഉള്ളതാണെങ്കിൽ നീ അവന്റെ പേരിൽ ഗീബത്ത് പറഞ്ഞിരിക്കുന്നു, പരദൂഷണം പറഞ്ഞിരിക്കുന്നു. വ ഇൻ ലം യകുൻ ഫീഹി ഫഖദ് കദ്ദബ്ത, അവനിലില്ലാത്ത കാര്യമാണ് അവന്റെ പേരിൽ നീ പറഞ്ഞു നടക്കുന്നതെങ്കിൽ നീ അവന്റെ പേരിൽ കള്ളപ്രചാരണം നടത്തിയിരിക്കുന്നു. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ അവകാശമില്ല. നന്നാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി, നേരിട്ട് പറയാം. പിന്നെയുള്ള ഓപ്ഷൻ എന്താ? ഓൻ ആര് പറഞ്ഞാലാണ് കേൾക്കുക, ഓനോട് പറയിപ്പിക്കുക. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല, നമുക്ക് ഓപ്ഷൻ പിന്നല്ല. നാട്ടുകാരോട് പറഞ്ഞു തന്നിട്ട് എന്തില്ല, ആ ഒരു ഓപ്ഷൻ നമുക്കില്ല. അതിനാണ് ഗീബത്ത് എന്ന് പറയാം. ഒരാളുടെ വ്യക്തിപരമായ കാര്യം നാടുകളിൽ പറഞ്ഞു നടക്കുക, മറ്റുള്ള ആളുകളിൽ പറഞ്ഞു നടക്കുക. എന്റെ റബ്ബ് എന്നെ രാപ്രയാണം ചെയ്യിച്ച സന്ദർഭത്തിൽ റസൂൽ വിശദീകരിക്കാൻ, മറർതു ബിഖൗമിൻ, ഒരു കൂട്ടം ആളുകളുടെ അടുത്തുകൂടി ഞാൻ കടന്നുപോയി, യഹ്മിശൂന വുജൂഹഹും വസുദൂറഹും, അവരുടെ മുഖങ്ങളും മാറിടങ്ങളും അവർ മാന്തിപ്പൊളിക്കുന്നു, കീറിവലിക്കുന്നു. മൻ ഹഉലായി ജിബ്രീൽ, ഞാൻ ചോദിച്ചു, ജിബ്രീൽ ഈ ആളുകൾ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുന്നു, ഹഉലാഇ അല്ലദീന യഖുലൂന ലുഹൂമൻ നാസ്, ഈ ആളുകൾ ജനങ്ങളുടെ പച്ചമാംസം തിന്നവരാണ്. വയഖഊന ഫീ അറാദിഹിം, അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയവരാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വലാ യഗ്തബ് ബഅദുകും ബഅദ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്. അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുന്ന സഹോദരന്റെ പച്ചമാംസം തിന്നാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിന്റെ മറുപടി കൂടി അല്ലാഹു തആല പറയാൻ, ഫകരിഹ്തുമു, അപ്പോൾ നിങ്ങൾ അത് വെറുക്കുന്നു. അതുകൊണ്ട് വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ തൗബ ചെയ്യണം, നിങ്ങൾ മടങ്ങണം. ആരെ സംബന്ധിച്ചാണോ ഗീബത്ത് പറഞ്ഞിരിക്കുന്നത്, ആരെയാണോ പരിഹസിക്കുന്നത്, ആരെയാണോ ചീത്ത പറഞ്ഞത്, ആരെപ്പറ്റിയാണോ ഗീബത്ത് പറഞ്ഞത്, നമീമത്ത് പറഞ്ഞത്, അവരോടെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്യണം. അങ്ങനെ തൗബ ചെയ്യുമ്പോൾ ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അല്ലാഹു തൗബ സ്വീകരിക്കും. അല്ലാഹു തൗബ സ്വീകരിക്കുന്നത് അവൻ റഹീമായതുകൊണ്ടാണ്, കരുണാനിധിയായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാവ് ശരിയാക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയം ശരിയായി നിലനിൽക്കാൻ അനിവാര്യമാണ്. നമീമത്ത് പറയുന്ന ആളുകൾ, എന്താ നമീമത്ത് എന്ന് പറഞ്ഞാൽ? രണ്ടാളുകൾ തെറ്റാൻ വേണ്ടിയിട്ട് രണ്ടാളുകളോടും പറയാം. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കുറ്റം മറ്റുള്ള ആളുകളോട് പറഞ്ഞു നടക്കുക.
നമീമത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ തെറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ രണ്ട് സംഘങ്ങൾ തെറ്റാൻ, അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തെറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പണിയെടുക്കുക. ലാ യദ്ഖുലുൽ ജന്നത നമ്മാം, നമീമത്ത് പറയുന്നവൻ, ഏഷണി പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. റസൂലുള്ളാഹി അവിടെ പോയാണ്ട് അന്നെ പറ്റിയിട്ട് ഇങ്ങനെ പറയും അല്ലേ? ഇവിടെ ചെന്നിട്ടോ ഇവന്റെ കുറ്റം അവിടെയും അവന്റെ കുറ്റം ഇവിടെയും, അന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവിടെയും, നിന്നെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവിടെയും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? പരസ്പരം തെറ്റിക്കുക. അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ നിസ്കരിച്ചിട്ടും കാര്യമില്ല, നോമ്പനുഷ്ഠിച്ചും കാര്യമില്ല, സകാത്ത് കൊടുത്തിട്ടും കാര്യമില്ല. എന്താ തെളിവ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, തദറൂന മൽ മുഫ്ലിസ്? മറ്റൊരു റിവായത്തിൽ തദറൂന മനിൽ മുഫ്ലിസ്? പാപ്പരായവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? സ്വഹാബത്തിനോട് പറയുന്നു സ്വഹാബത്ത്, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാ. ഞങ്ങളിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ദീനാറോ ദിർഹമോ ഇല്ലാത്ത, ഒന്നുമില്ലാത്ത ആളുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്നാൽ എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് യഅ്തൂന യൗമൽ ഖിയാമ, അവൻ ഖിയാമത്ത് നാളിൽ വരും, ബിസ്വലാത്തിൻ വസകാത്തിൻ വസിയാം, അവൻ നമസ്കരിച്ചിട്ടുണ്ടാകും, അവൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടാകും, അവൻ സകാത്ത് കൊടുത്തിട്ടുണ്ടാകും. വയഅതി ഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ. മറ്റുള്ളവനെ ചീത്ത പറഞ്ഞിട്ടുണ്ടാകും, മറ്റുള്ളവനെ പറ്റി അപവാദം പറഞ്ഞു നടത്തിയിട്ടുണ്ടാകും, മറ്റുള്ളവനെ പറ്റി മറ്റുള്ളവരുടെ രക്തം ചിന്തിയിട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ടാകും. ഓ നല്ല നിസ്കാരക്കാരനായിരിക്കും, മുന്നത്തെ സ്വഫിലൊക്കെ ഉണ്ടാകും, നല്ല നോമ്പുകാരനായിരിക്കും, സക്കാത്ത് കൊടുക്കും, സ്വതക്ക കൊടുക്കും, അതേസമയം മറ്റുള്ളവരെ ഉപദ്രവിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഉഖിദ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അങ്ങനെയാകുന്ന സമയത്ത് ആരെയാണോ അവൻ ഉപദ്രവിച്ചത്, ഉപദ്രവിക്കപ്പെട്ടവനിലേക്ക് അവന്റെ നമസ്കാരവും അവന്റെ നോമ്പും അവന്റെ സക്കാത്തും അവന്റെ സ്വതക്കയും അവന്റെ കർമ്മങ്ങളുമെല്ലാം അല്ലാഹു തആല കൊടുക്കുന്നതാണ്. അവന്റെ ഉപദ്രവം വല്ലാതെയായിട്ടുണ്ട്, അത്രയും അധികമുണ്ട്. ഫൈൻ ഫനിയത്, റസൂൽ പറയാൻ, തീർന്നു പോയാലോ, ഉഖിദ മിൻ ഖതായാഹും ثم തുരിഹത് അലൈഹി, ആരെയാണോ അവൻ ഉപദ്രവിച്ചത് അവരുടെ പാപങ്ങൾ എടുത്ത് എന്ത് ചെയ്യും? ഉപദ്രവിച്ചവനിലേക്ക് കൊടുക്കും. ثم തുരിഹ ഫിന്നാർ, പിന്നീട് അവൻ നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മയ്യദ്മനു ലി മാ ബൈന ലഹ്യൈ വമാ ബൈന റിജ്ലൈ. അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹു അനുവദിച്ചതുപോലെ ലൈംഗികാവയവും നാവും ഞാൻ ഉപയോഗിക്കുമെന്ന് ഉറപ്പു നൽകിയാൽ അൽമലഹുൽ ജന്ന, ഞാൻ അവന് സ്വർഗം ഉറപ്പു നൽകും. ഇല്ല. കാരണം എന്താണ്? അപ്പോ അവന്റെ നമസ്കാരവും അവന്റെ നോമ്പും അവന്റെ സക്കാത്തിനൊക്കെ മറ്റുള്ള അവകാശികൾ വരും പരലോകത്തേക്ക് എത്തുമ്പത്തിന്. നമ്മുടെ കർമ്മങ്ങൾ നമ്മുടേതായിട്ട് തീരാൻ, നമ്മുടേതായിട്ട് നിലനിൽക്കാൻ അനിവാര്യമായും നിർബന്ധമായും മറ്റൊരാളെ നമ്മുടെ നാവ് ഉപദ്രവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്തികാഫുകൾ പോകും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഖിയാമുൽ ലൈലൊക്കെ പോകും നമ്മുടെ ഉപദ്രവത്തിനനുസരിച്ച്. അതുകൊണ്ട് നാവിനെ ശരിപ്പെടുത്തിയാൽ നമ്മുടെ ഹൃദയത്തെ ശരിപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ ഈമാൻ പൂർണ്ണമാക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്. മൂന്നാമത്തെ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. വിശാലമായി പറയുന്നില്ല, നിങ്ങൾക്കറിയാം. നമ്മൾ ഖുർആൻ പാരായണം ചെയ്തു റമദാൻ മാസത്തിൽ.
ഇനി അത് നിലനിർത്തണം. ഒരു 5 മിനിറ്റ് എല്ലാ ദിവസവും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് കഴിയൂലേ? അതിന് സാധ്യമാകണം. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ മനസ്സ് ആ ഒരു നിലവാരത്തിൽ, ആ തഖ്വയിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാം. 4-ാമത്തെ കാര്യം, ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും 4-ാമത്തെ കാര്യം ഉണ്ടാകും. ദിക്റു ഹാദിമിൽ ലദ്ദാത്ത്, സർവ്വ സുഖ സൗകര്യങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. കഫാ ബിൽ മൗതി വഅഇദൻ യാ ഉമർ, ഉമർ നിനക്ക് ഉപദേശകനായിട്ട് മരണം മാത്രം മതി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഉപദേശകനായിട്ട് മരണം മാത്രം മതി. കഴിഞ്ഞ ദിവസങ്ങളിൽ മരണവാർത്തകൾ കേട്ട ആളുകളാണ് നമ്മൾ. ഞാൻ തറാവീഹിന് നേതൃത്വം കൊടുക്കുന്ന മഹല്ലിൽ ഒരാൾ മരണപ്പെട്ടു. 57 വയസ്സാണ്. അയാൾ എല്ലാ നിലക്കും വ്യായാമങ്ങൾ, ഈ പറയുന്ന വ്യായാമങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. അയാൾ മരണപ്പെട്ടു. ജനങ്ങൾക്ക് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു തആല അനുവദിച്ച അജലെത്തി എന്ന് പറയാനല്ല ഇഷ്ടം. ഏതെങ്കിലും ഒരു കാരണം കണ്ടെത്തണം. അങ്ങനെ കാരണം കണ്ടെത്തിയാണ് CPR കൊടുത്താൽ രക്ഷപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ മറ്റേ ഹോസ്പിറ്റലിലേക്ക് പോയാൽ അത് രക്ഷപ്പെട്ടിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, മലക്കുൽ മൗത്ത് വന്ന് നിൽക്കുകയാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പ്രവേശിച്ചാൽ മലക്കുൽ മൗത്ത് വിചാരിക്കോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് പ്രവേശിച്ചിരിക്കുന്നത്, അവൻ്റെ റൂഹ് ഇപ്പം എടുക്കാൻ പറ്റൂല എന്ന് വിചാരിക്കും. നിങ്ങൾ ആലോചിച്ചു. വിശ്വാസികളായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. വിശ്വാസം ഇറങ്ങിയിട്ടില്ല. ഏതെങ്കിലും കാരണം വന്ന് മരിക്കേണ്ട ആളുകളല്ല നമ്മൾ. നമ്മുടെ മരണത്തിൻ്റെ സമയത്ത് കാരണം വരും. ഇന്റേണൽ ഓർഗൻസ് ഒക്കെ തകർന്ന് ഫെയിലായിട്ടുള്ള ആള്, കോമയിൽ കിടക്കുന്ന ആള് 10, 15, 20 വർഷം കിടക്കുന്നില്ലേ? എന്തുകൊണ്ട്? സമയമായിട്ടില്ല എന്നുള്ളതാണ്. 5 വയസ്സായ കുട്ടിയെ വിളിച്ചപ്പോൾ എണീക്കുന്നില്ല, മരണപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? സമയമായി എന്നാണ്. ചില ആളുകൾ പറഞ്ഞുപോയി, ബീഫ് നന്നായിട്ട് തിന്നത് കൊണ്ടാണ്. അയാൾ നല്ല ബീഫ് തിന്നുന്ന ആളാണ്. കഴിഞ്ഞ മാസമാണ് ഒരു നമ്പൂരി, 42 വയസ്സാണ്, നോൺ വെജിറ്റേറിയൻ, മരണപ്പെട്ടത്. അപ്പോൾ അയാൾ, നമുക്ക് എന്തെങ്കിലും കാരണം കണ്ടെത്തുക, എന്നിട്ട് അതിന് സമാധാനിക്കുക, അത് വരാതെ നോക്കുക എന്ന് വിചാരിച്ചാൽ മരണത്തിന്റെ സമയം നീട്ടിക്കൊണ്ടാവാന്നാണ് നമ്മൾ ശരിക്കും വാദിക്കണേ. അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾക്ക് മരണം വരും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, എവിടെയാണെങ്കിലും മരണം പിടികൂടും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലാണെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തിയാലും സമയമായോ വരും. ഒരുക്കങ്ങൾ നടത്തണോ? എന്തിനാണ് ഒരുക്കങ്ങൾ നടത്തണത്? എന്തിനാണ് ചികിത്സിക്കണം. നിർബന്ധമായും ചികിത്സിക്കണം. എന്തിനാ ചികിത്സിക്കണത്? മരണത്തിന്റെ അവധി കൂട്ടാനല്ല, ജീവിതത്തിന്റെ അവധി കൂട്ടാനല്ല. നേരെ മറിച്ച് ആ അവധി വരെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന ബോധത്തോടെ ജീവിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇന്റെ പ്രായത്തിലൊന്നും വരൂല എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഒരു 2 ദിവസത്തെ പത്രത്തിന്റെ ചരമക്കോളൊന്ന് എടുത്തു നോക്കുക, അപ്പൊ മനസ്സിലാവും. ഈ 3 കാര്യങ്ങളും റമദാൻ മാസത്തിലുണ്ടായി. ദിക്ർ നമ്മൾ ചൊല്ലിയിരുന്നു, അതേപോലെ നമ്മുടെ നാവ് പരമാവധി നമ്മൾ സംരക്ഷിച്ചിരുന്നു, കൺട്രോൾ ചെയ്തിരുന്നു, അതേപോലെ ഖുർആനുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു. അതുകൊണ്ട് റമദാൻ മാസത്തിൽ നമുക്ക് കുറേയൊക്കെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരുന്നു, അല്ലേ? ഇനി ഇങ്ങനെ ദിവസങ്ങൾ പോകുമ്പോൾ നമ്മുടെ
നാവിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന് ദിക്റുള്ള അങ്ങനെ നഷ്ടപ്പെടും. നമ്മൾ ഖുർആനുമായുള്ള ബന്ധം അകലാൻ കാരണമാകും. സ്വാഭാവികമായിട്ടും നാവ് നമ്മൾ അലക്ഷ്യമായി ഉപയോഗിക്കും. പിന്നെ സംഭവിക്കുന്ന എന്താണ്? റമദാനിന് മുമ്പുള്ള ജീവിതത്തിലേക്ക്, തോന്നിയ രൂപത്തിൽ ജീവിക്കുന്നതിലേക്ക് നമ്മൾ പോയി പോകും. അതുകൊണ്ട് ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സ് തഖ്വയിൽ നിലനിർത്താനുള്ള മാർഗങ്ങളായി ദിക്റുള്ള, നാവിനെ ശരിപ്പെടുത്തുക, ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുക, മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ള മാർഗങ്ങൾ പറഞ്ഞ അല്ലാഹു തആല ആ കാര്യങ്ങൾ നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ അദ്വമുഹ സ്ഥിരമായി ചെയ്യുന്നതാണ്, വഇൻ ഖല്ല കുറച്ചാണെങ്കിലും. എന്തിനാണ് ഈ ഹദീസ് പറഞ്ഞത്? നമ്മൾ കുറേ റമദാനിൽ ചെയ്തു, അത് റമദാനിൽ മാത്രം പരിമിതപ്പെടുത്താനുള്ളതല്ല. രാത്രി നമസ്കാരം നമ്മൾ നിർവഹിച്ചു, റമദാനിൽ മാത്രമുള്ളതല്ല. ഇനിയും നമ്മൾ രാത്രി നമസ്കരിക്കണം. എത്രയാണ് നമുക്ക് സാധിക്കുക? 11 സാധിക്കുമെങ്കിൽ അങ്ങനെ 9, 7, 5, 3 ഇങ്ങനെ നമുക്ക് എത്രയാണോ സാധിക്കുക. അഫ്ളലായിട്ടുള്ള സമയം ഉറങ്ങി എണീറ്റിട്ടാണ്. ഉറങ്ങി എണീക്കുമോ എന്ന് ഭയമുള്ള ആളുകൾ ഇശാ ജമാഅത്ത് കഴിഞ്ഞ്, ഇശാ നമസ്കാരം കഴിഞ്ഞ്, സുന്നത്ത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? ഇത് നിർവഹിക്കുക. എല്ലാ ദിവസവും കുറച്ച്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അതാണ് അല്ലാഹു തആലക്ക് ഇഷ്ടം. എന്നാണ് കൺസിസ്റ്റൻസി, സ്ഥിരമായി ചെയ്യുക. അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതേപോലെ സ്വതക്ക കൊടുക്കുക. സ്വതക്ക നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് സ്ഥിരമാക്കുക. കുറച്ചാണെങ്കിലും ഒരു 10 രൂപ എല്ലാ ദിവസവും കൊടുക്കുക, അല്ലെങ്കിൽ 5 രൂപ എല്ലാ ദിവസവും കൊടുക്കുക. അത് സ്ഥിരമാക്കുക. ആ ഒരു നിയ്യത്തിൽ എന്ത് ചെയ്യുക? ആ കർമ്മങ്ങൾ ചെയ്യുക. അതേപോലെ ദിക്ർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു അവസരം, വലിയ ഒരു പ്രതിഫലമുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സ്വാമ റമദാൻ സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ. ആരെങ്കിലും റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുകയും സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, ശവ്വാലിൽ നിന്ന് 6 നോമ്പ് നോൽക്കുകയും ചെയ്താൽ കാനക സുയാമി ദഹർ, അവൻ കൊല്ലം മുഴുവൻ നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ്. ഇത് നിങ്ങളോട് പറഞ്ഞു. ഈ മാസം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുന്നുണ്ട്, വളരെ കുറച്ച് ആളുകളെ എടുത്തിട്ടുണ്ടാവും, അവർക്ക് ആ പ്രതിഫലം ഉണ്ടാവും. എന്നാൽ നോറ്റ് വീട്ടേണ്ട ആളുകളോ? നോറ്റ് വീട്ടിയിട്ടാണോ ഇതെടുക്കേണ്ടത്? നോറ്റ് വീട്ടാൻ അല്ലാഹു തആല 1 വർഷം തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്. ശവ്വാലിൻ്റെ നോമ്പ് ശവ്വാലിൽ മാത്രമാണ്. അപ്പം നോറ്റ് വീട്ടുന്നതിന് മുമ്പ് ഈ ശവ്വാലിൻ്റെ നോമ്പ് എടുക്കാം. പക്ഷേ പ്രതിഫലം എപ്പോഴേ കൺസിഡർ ചെയ്യുള്ളൂ? അതെപ്പോഴേ പരിഗണിക്കുകയുള്ളൂ? അടുത്ത വർഷം റമദാനിൻ്റെ മുമ്പ് ആ റമദാൻ പൂർത്തീകരിച്ചാൽ മാത്രമേ ആ പ്രതിഫലം കിട്ടുള്ളൂ. കാരണം എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ മിക്കവാറും ഷഅബാൻ മാസത്തിലാണ് കഴിഞ്ഞ വർഷത്തെ റമദാനിലെ നോമ്പ് വീട്ടാറുണ്ടായിരുന്നത് എന്ന് അവർ പറയുന്ന ഹദീസ് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ മുമ്പ് സുന്നത്ത് നോമ്പ് എടുത്തിട്ടില്ല എന്ന് വിചാരിക്കാൻ നമുക്ക് നിർവാഹമല്ല. അതുകൊണ്ട് ശവ്വാലിൻ്റെ നോമ്പ് എന്ത് ചെയ്യുക? എടുക്കുക. മറ്റുള്ള നോമ്പ് എടുത്തിട്ട് ഇതെടുക്കുകയാണെങ്കിൽ അത് അഫ്ദലാണ്. ആ ഒരു സുന്നത്ത് നമ്മുടെ അവസരമായിട്ട് കണ്ട് ആ അവസരം ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്ഥിരമായി ചെയ്യാൻ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ
സൂക്ഷിക്കാൻ പരിശ്രമിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഗൾഫ് രാഷ്ട്രങ്ങൾ നമ്മളേവരും മനസ്സിലാക്കിയതുപോലെ യുദ്ധത്തിൻ്റെ അതിഭീകരമായിട്ടുള്ള അനന്തരഫലങ്ങളിലാണുള്ളത്. അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഫലം അനുഭവിക്കാനിരിക്കുന്നത് നമ്മളാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ഓരോ വക്തിലും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ആ ഗൾഫ് രാജ്യങ്ങൾക്കുള്ള പ്രാർത്ഥനകൾ, അവരെ സംരക്ഷിക്കുവാനുള്ള പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി മനമുരുകി ചെയ്യണമെന്ന് ഈ സമയത്ത് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാ മുസീബത്തിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത്. اللهم أصلح أحوال المسلمين في كل مكان. اللهم ارفع عنهم البلاء والفتن ما ظهر منها وما بطن. اللهم احفظ دول الخليج وسائر البلاد المسلمين واجعلها آمنة مطمئنة ساكنة. اللهم كن لإخواننا المستضعفين في البلاد التي تتعرض للعدوان. اللهم كن لهم وليا ونصيرا ومعينا وظهيرا. اللهم أنزل عليهم السكينة وارفع عنهم الخوف والجوع والحرب وأبدلهم أمنا وسلاما. اللهم احقن دماءهم واحفظ أرواحهم واشف جرحاهم وارحم شهداءهم. اللهم ألف بين قلوبهم ووحد صفوفهم واجمع كلمتهم على الحق والهدى. اللهم اكفهم شر الأعداء ورد كيد الظالمين في نحورهم واجعل تدبيرهم تدميرا عليهم. اللهم انصر المسلمين نصرا عزيزا مبينا واكتب لهم العزة والغلبة والسلامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم انصر المسلمين في كل مكان. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وأصحابه وسلم كثيرا مزيدا إلى يوم الدين.